ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഞാൻ ഇന്നും രാവിലെ ഇതൊരു പതിവ് ശീലമാണ്, എണീക്കുക. വലിയ തിരക്കുകളിലേക്കല്ല എണീക്കുന്നതെങ്കിൽ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്ത ശേഷം സാവധാനമാണ് കിച്ചണിലേക്കൊക്കെ പോവുക. ഇത് കാണുമ്പം തന്നെ രാവിലെ എന്തോ വലിയ കാര്യം ചെയ്ത ഒരു സുഖമുണ്ട്. അപ്പോൾ പതിവ് പോലെ ജീരകവെള്ളമൊക്കെ എടുത്ത് അതുകൊണ്ടാണ് രാവിലെ തുടങ്ങിയത്. പിന്നെ രാവിലത്തെ ഒരു ശീലം തന്നെയാണ്, വെള്ളം ചൂടാണല്ലോ, ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ബുക്ക് വായിച്ചൊക്കെ ഇരിക്കൽ. എല്ലാ ദിവസവും അല്ലെങ്കിലും ആഴ്ചയിലൊരു 3, ചിലപ്പോൾ 4 ദിവസം വരെ ഇതൊരു ശീലം തന്നെയാണ്. രാവിലെ നന്നായിട്ടൊന്ന് റിലാക്സ് ആവാൻ ഇത് സഹായിക്കാറുണ്ട്. നമ്മുടെ രാവിലത്തെ ആ ഹൈ കോർട്ടിസോൾ ലെവലൊക്കെ ഒന്ന് കാം ഡൗൺ ആകുന്നവരെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓട്സ് പുട്ട്. വേറെ വലിയ കറികളൊന്നും വെക്കാൻ നിന്നില്ല. ഒരു റോബസ്റ്റ പഴം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗോതമ്പ് പുട്ടും റോബസ്റ്റ പഴം, അല്ലെങ്കിൽ ഓട്സ് പുട്ടും റോബസ്റ്റ പഴവും. അരിപ്പുട്ടിനേക്കാളും ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിട്ട് തോന്നാറുണ്ട്. പിന്നെ പ്രോട്ടീൻ മുഖ്യമ്പികളെ, അപ്പോൾ അതിന് ഒരു ബുൾസൈ അടിച്ച് എടുത്തു. പിന്നെ വെള്ളം കുടിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ തന്നെ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കാറുണ്ട്. ലഞ്ച് ഈസി ആയിരുന്നു, പക്ഷേ നല്ലൊരു ലഞ്ചായിരുന്നു. ഈ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് ഒഴിവാക്കാനൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ഈസി ആയിട്ടുള്ള ഐറ്റംസ് മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെച്ച് ഈ ഐറ്റംസ് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്ക് വരുന്ന ദിവസങ്ങളിൽ ഒന്നാമത് അന്നേരം നമുക്ക് എന്താ വേണ്ടേ എന്നൊന്ന് ആലോചിച്ചൊന്ന് തീരുമാനം എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ചെറിയ സ്റ്റിക്കി നോട്ട്സ്, ചെറിയ നോട്ട്സ് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെയുള്ള എൻ്റെ ഒരു ഐറ്റമാണ് ഈ ചെറുപയർ വേവിച്ചത്. കുറച്ച് തേങ്ങയും ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എടുത്ത കുറച്ച് പീനട്ട്സാണ്. പക്ഷേ എഡിറ്റിംഗ് അപാരതയിൽ അത് കുറച്ചങ്ങ് മാറിപ്പോയി. ഇത് രാവിലെ കഴിച്ചൊരു സ്നാക്കായിരുന്നു. എളുപ്പമാണല്ലോ, പ്രോട്ടീൻ സോസാണ്, ടേസ്റ്റ് ഉണ്ട്, വലിയ ആലോചിക്കാൻ പോകണ്ട, അതും സോർട്ടഡ്. പിന്നെ ഇന്നത്തെ എൻ്റെ എക്സസൈസ് സ്നാക്കിംഗ് എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ ഫ്ലാറ്റിൽ മലയാളീസ് എല്ലാം കൂടെ ഒരു ഓണം പരിപാടി നടത്താനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ എക്സസൈസ് സ്നാക്കിംഗ്. പിന്നെ ശരിക്കുള്ള സ്നാക്ക്, ഈവനിങ് സ്നാക്ക്, ഞാനൊരു ആപ്പിളും പീനട്ട് ബട്ടറും, അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടറുമാണ് എടുത്തത്. ഈവനിങ് ഒക്കെ നമുക്ക് നല്ല വിശപ്പ് വരാറില്ല. എനിക്കങ്ങനെയാണ്. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊരു എവിടെ നിന്നില്ലാത്ത വിശപ്പ് വരും. അതിനെയൊക്കെ വേഗം പമ്പ കടത്താൻ പറ്റിയൊരു സ്നാക്കാണിത്. ഡിന്നർ ഒരു എഗ്ഗും ചിക്കനും കുറച്ച് സോർട്ടഡ് വെജീസും ഒക്കെ വെച്ചിട്ടുള്ള 2 റോളായിരുന്നു. പിന്നെ ഇന്ന് എന്തായാലും ഞാൻ പ്രാണായാമം ചെയ്യണം എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും വന്ന് ബെഡിലിരുന്ന് കുറച്ച് നേരം പ്രാണായാമം ചെയ്തു. ഇത് നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ആ സ്ട്രെസ്സിനെ മുഴുവൻ ന്യൂട്രലാക്കി വളരെ സുഖമായിട്ട് ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. പതുക്കെയാണെങ്കിലും എന്നെപ്പോലെ ഒരു മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇതുണ്ടാക്കുന്ന ചേഞ്ച് അത്ര വലുതാണ് ശരിക്കും. അപ്പോൾ നമുക്കിത് ഒരു റുട്ടീനായി കഴിഞ്ഞാൽ നല്ലതല്ലേ? പിന്നെ ആക്ച്വലി ഇന്ന് എനിക്ക് സ്റ്റെപ്പ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 5K സ്റ്റെപ്സ് എത്തിച്ചില്ല. ഒരു 3000-4000 അടുപ്പിച്ചായപ്പോഴത്തേക്കും തളർന്നു. പിന്നെ ഇന്നത്തെ ഡേ അനലൈസ് ചെയ്യുമ്പം ജീരകവെള്ളം കുടിച്ചു, പ്രോട്ടീൻ ഉണ്ടായിരുന്നു. ഓക്കെ, തെറ്റാണ്. ഞാൻ 5K സ്റ്റെപ്സ് ആദ്യം മാർക്ക് ചെയ്തു പോയി. പിന്നെ ഞാനത് തിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം 3 ലിറ്റർ കുടിച്ചു, പ്രാണായാമം ചെയ്തു. ഇന്നത്തെ ദിവസം എക്സസൈസ് സ്നാക്കിങ്ങും ചെയ്തു. പിന്നെ
പിന്നെ ഞാൻ നമ്മുടെ ChatGPT ചോദിച്ച് എൻ്റെ ഏകദേശ കാലറി ആൻഡ് പ്രോട്ടീൻ ഇൻടേക്കും ഒക്കെ ഒന്ന് നോക്കി. ഇനിയും ഇത്രത്തോളം തന്നെ പ്രോട്ടീൻ വേണമെന്നാണ് പറയുന്നത്.